ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള MVR സ്നേക്ക് പാർക്കിലോട്ടാണ്. പെർ ഹെഡ് എൻട്രി എന്ന് പറയുമ്പോൾ 12 വയസ്സ് മുകളിലാണെങ്കിൽ 50 രൂപയാണ് കേട്ടോ വരുന്നത്. ചെറിയൊരു സ്മോൾ സ്നേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ വൈൻ സ്നേക്ക്, പച്ചല പാമ്പ് പോലെയൊക്കെ ഇരിക്കും, ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അടുത്ത കൂട്ടിലെന്ന് പറയുന്ന നേരത്ത് ഹം നോസ്റ്റ് പിറ്റ് വൈപ്പർ. ഇത് വൈപ്പറാണ്, അതായത് ഒരു ടൈപ്പ് അണലി തന്നെയാണ്. ഇതും വെനമസ് ആണ് കേട്ടോ, ഇന്ത്യയിൽ കാണപ്പെടുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ അവിടെ ഇവിടെയൊക്കെ എപ്പോഴും കാണാറില്ല. അടുത്ത ടാങ്കിലെന്ന് പറയുമ്പോൾ നമ്മുടെ നീർക്കോലി സാർ ഉണ്ടായിരുന്നു. കടിച്ച ആത്താഴം മുടങ്ങുന്നൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ല. അടുത്ത ടാങ്കിലെന്ന് പറയുമ്പോൾ ബോയയാണുള്ളത്. ബോയ കൺസ്ട്രക്ടർ അല്ല, ഇത് കോമൺ സാൻഡ് ബോയ എന്നൊക്കെ പറയും. ഇതിനെ മണ്ണൂലി എന്നൊക്കെ പലയിടത്തും വിളിക്കാറുണ്ട്. ചിലവർ ഇത് അണലി കുഞ്ഞായിട്ടും അല്ലെങ്കിൽ മലമ്പാമ്പിൻ്റെ കുഞ്ഞായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പിന്നെ ഇത് റെഡ് സാൻഡ് ബോയാണ്. ഇതല്പം ചുവന്ന കളറിയിരിക്കും കോമൺ സാൻഡ് ബോയിനെക്കാളും. കളറിൽ മാത്രം അങ്ങനെ വ്യത്യാസമുള്ളൂ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സൂയിലൊന്നും ഇതിനും മാത്രം കോബ്രയില്ലെന്ന് തോന്നുന്നു. തൃശ്ശൂർ സൂയിലൊരു 5-8 കൂടുകളിലായിട്ട് ഒരു 10-12 കോബ്ര കാണത്തുള്ളൂ, അതായത് മൂർക്കമ്പാമ്പ കാണത്തുള്ളൂ. ഇവിടെ ഒരു സൂവിൻ്റെ നടുക്കായിട്ട് ഒരു ചില്ലും കൂടി ഇട്ടിട്ട് അതിലൊരു 10-30ഓളം കോബ്രകൾ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല വലിയ സൈസാണ് കേട്ടോ. ഇവറ്റകൾ 1.5 മീറ്റർ വരെയൊക്കെ വളരുവേ. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കിങ് കോബ്ര ഉണ്ട്, അതായത് രാജവെമ്പാലയുണ്ട്. അത്രയ്ക്ക് വലിയ സൈസൊന്നുമല്ല, ഒരു ജൂനിയർ സൈസാണ്, കാരണം അധികം നീട്ടമില്ല. ഇവറ്റകൾ നോർമലി 4 മീറ്റർ വരെയും വളരും. വേൾഡ് റെക്കോർഡ് എന്ന് പറയാൻ നേരത്ത് 5.85 മീറ്റർ ലോങ്ങുള്ള കിങ് കോബ്രക്കാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ ഇവിടെ 12D സിനിമ കാണാൻ സൗകര്യമുണ്ട്. പിന്നെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ ഒരു സ്പോട്ടിൽ എടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ നേരത്താണ് അകത്തുള്ളതിനേക്കാളും ഏറ്റവും വലിയ പാമ്പ് ഇവർ പുറത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും പേടിക്കില്ല. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.